ഈ പടം ത്രില്ലറാണെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് ഇതിൻ്റെ കഥ സാജൻ പറഞ്ഞിട്ടില്ല. സാജൻ ഒരു റോള് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് എന്താണെന്ന് ഒരു അന്വേഷിക്കുക ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് സാജൻ ഞാനിനകത്ത് അടുത്ത ബന്ധവും റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെയാണ് ഇത് ത്രില്ലറാണെന്നൊക്കെ പിന്നീട് എത്രയോ നാൾക്ക് ശേഷം അറിയുന്നത്. അപ്പോൾ ത്രില്ലറിൻ്റെ ത്രില്ലിൽ കയറി അഭിനയിച്ചതൊന്നുമല്ല. ഈ പുതിയ നിയമത്തിൻ്റെ റിസപ്ഷൻ വളരെ നല്ല റിസപ്ഷനാണ്. തിയേറ്ററിൽ നിന്ന് റെസ്പോൺസ് വളരെ നല്ലതാണ്. പടം കണ്ടവരുടെ റെസ്പോൺസ് വളരെ നല്ലതാണ്. എനിക്ക് ഇതിനകത്ത് വളരെ വിശേഷമായിട്ട് തോന്നിയ ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ത്രില്ലർ പടത്തെക്കുറിച്ചിട്ട് ഫാമിലികൾ നല്ല ഒപ്പീനിയൻ പറയുന്നത്. അത് സാധാരണ ഇൻഡിവിജ്വൽസ് അല്ല, വ്യക്തികളല്ല, അല്ലെങ്കിൽ ചെറുപ്പക്കാർ മാത്രമല്ല. ഇത് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി പോയി പടം കണ്ടിട്ട് എന്നെ വിളിച്ച് ഈ പടത്തിൻ്റെ നമ്മൾ പോലും ചിന്തിക്കാതിനപ്പുറം ചിന്തിച്ച് അതിനെക്കുറിച്ച് നല്ല വശങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. സാധാരണ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ എന്നാലും ഒരു അഭിപ്രായം പറയാൻ തക്കവണ്ണം ഒരു ത്രില്ലർ വളരെ ചുരുക്കമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദൃശ്യം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഫാമിലിയെ അട്രാക്റ്റ് ചെയ്ത വേറൊരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന്. തീർച്ചയായിട്ടും. കാരണം ഇത് ഞാൻ പറയല്ലോ, ഇതിനകത്ത് അവസാനം എനിക്ക് അന്ന് ആ ഡയലോഗ് പറയുമ്പോൾ ഭയം ഉണ്ടായിരുന്നു, ഇത് സെൻസറുകാർ കട്ട് ചെയ്യുമെന്നൊക്കെ. അതായത് എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, അതിനേക്കാളും വലുതല്ല ഇന്ത്യൻ ഭരണഘടന പോലും എന്നൊക്കെ പറയുന്ന ഒരു വക്കീലായിട്ട് അയാൾ പറയുമ്പോൾ നാച്ചുറലി ഒരു പക്ഷേ ഒരു സോഷ്യൽ ഒബ്ജക്ഷൻ സെൻസർ ബോർഡിൽ നിന്ന് വരാം എന്ന് വരെ വിചാരിച്ചു. അങ്ങനെയൊന്നും വന്നില്ല. പക്ഷേ ജനങ്ങളെല്ലാവരും അത് എടുത്തു പറയുന്നൊരു ഡയലോഗാണ് ആ ഡയലോഗ്. അപ്പോൾ ദാറ്റ് മീൻസ് ഏത് പെണ്ണും ഏത് കുടുംബിനിയും ഏത് സ്ത്രീയും ഒരു പുരുഷൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സെക്യൂരിറ്റി സേഫ്റ്റിയാണ്. അപ്പോൾ ആ ഒരു ബന്ധപ്പെട്ട ഒരു ഡയലോഗ് മമ്മൂട്ടി പറയുമ്പോൾ അത് കുടുംബത്തിലെ എസ്പെഷ്യലി ലേഡീസിനെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് കിട്ടിയ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത് ജനങ്ങൾ ഇങ്ങനത്തെ തീമിനെയല്ല ഇഷ്ടപ്പെടുന്നത്. അവർക്ക് മൊത്തം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡൗട്ടിനെയാണ് ഈ സിനിമ ന്യായീകരിക്കുന്നത്. എവിടെയാണോ നിയമത്തിന് ചെയ്യാൻ പറ്റാത്തത്, എവിടെയാണോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, അങ്ങനൊരു വിഷയത്തിൽ ഒരു സൊല്യൂഷൻ ആര് വഴി ആയിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, സിനിമയിൽ ആരായിക്കോട്ടെ, കിട്ടുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിട്ട് അതൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയം. മറ്റൊന്ന്, ഇതിപ്പോൾ നമ്മളൊരു സിനിമ എഴുതുമ്പോഴും നിർമ്മിക്കുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴൊന്നും നമ്മളതൊരു കുറ്റമറ്റ സിനിമയാണ്, 100% പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. നമ്മൾ ഒരു നിരൂപണത്തെ തീർച്ചയായിട്ടും എതിർക്കാറുമില്ല. കാരണം നിരൂപണമൊക്കെ ഉണ്ടാവണം. അതായത് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്ത് കാണിച്ചാലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊരു രീതി ശരിയല്ലല്ലോ. നിരൂപണം വരണം. കാരണം നമ്മൾ ഒരിക്കലും 100% ഒന്നും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നിരൂപണം വരുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെ നിരൂപണം ഈ പടത്തെക്കുറിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വാസ്തവം ഉണ്ടാവാം, ചിലത് പ്രജുഡിസ്ഡായ നിരൂപണം ഉണ്ടാവാം. ഞാൻ 1-2 വായിച്ച് എനിക്ക് മനസ്സിലായി അത് ആരോ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്ന്. നമുക്കറിയാം വായിച്ചു കഴിഞ്ഞാൽ. നമുക്കതൊന്നും വലിയ ബുദ്ധിമുട്ടേ ഇല്ല കണ്ടുപിടിക്കാനൊന്നും. അത് ഒരു ശാസ്ത്രം വളരുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാം നല്ലത് മാത്രമല്ല ചീത്തയും വളരും. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ രീതി മാറി കൂടുതൽ എളുപ്പവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ദൃശ്യമാധ്യമം എന്ന് പറഞ്ഞാൽ കേൾവിയും കാണലും ഉണ്ടല്ലോ അതിനകത്ത്. രണ്ടും കൂടെ വരുമ്പോൾ അത് കൂടുതൽ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാവും ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ അത് അതിന് പ്രയോജനപ്പെടുത്താനും ഉപയോഗിക്കാം, ഈ ദുരുപയോഗിക്കുകയും ചെയ്യാം. അതുണ്ടാവും. അതൊന്നും നമുക്ക് നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത്. അതങ്ങനെയായിരിക്കും. അതിൻ്റെ പേരിൽ ആ മീഡിയത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് ആ കുടുംബത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് ഓരോ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചപ്പാടാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ദിലീപിൻ്റെയൊക്കെ എല്ലാ സിനിമയും ഞാൻ പറയില്ല, ചില സിനിമയെല്ലാം കാണുമ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി പോകും. കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള അവതരണമായിരിക്കും ദിലീപിൻ്റെ സിനിമകൾ. അത് കണ്ടാൽ നമുക്കറിയാം, നമുക്ക് കുറേ നേരത്തേക്ക് നമുക്ക് 2.5 മണിക്കൂർ എല്ലാം മറന്ന് കുറേ നേരം ചിരിക്കാം, നമുക്കൊരു റിലീഫ് കിട്ടും. ആ ആറ്റിറ്റ്യൂഡിലായിരിക്കില്ല വേറെ സിനിമ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ CBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പുതുമയുണ്ട്. കാരണം വെച്ചാൽ അത് ബുദ്ധിയുടെ വിഷയമാണ്. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ 1-2 ആൾക്കും സഹിക്കില്ല. എമോഷണൽ സബ്ജക്റ്റ് ആണെങ്കിൽ താങ്ങാൻ പറ്റില്ല, ഇട്ടുചുമ്പുക്കളെയും. ഈ അല്പം ബ്രെയിനിയായ സിനിമകളൊക്കെ
എത്ര റെപ്യൂട്ടേഷൻ വന്നാൽ ആളുകൾക്ക് ബോറടിക്കില്ല. അതിന് കുടുംബം ഇൻഡിവിജ്വൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ CBI സിനിമകൾ ഒരു ഓൾ ടൈം ഗ്രീനായിട്ട് നിൽക്കുന്നത്. പഴക്കം അധികം തോന്നുന്നില്ല അതിന്. ഇല്ലെങ്കിൽ 36 വർഷം ഗ്യാപ്പിനിടയിൽ 4 സിനിമ വന്നു. ലോകത്ത് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചരിത്രവും ഒരു റെക്കോർഡും ഇല്ല.